നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 800th day. Today 22nd sloka of Prathama Skandam, 8th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം, ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം, ഇന്ന് 800ാം ദിവസം. പ്രഥമസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിലെ 22ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പ്രഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി, മോക്ഷേഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ഓം. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിലെ 22ാമത്തെ ശ്ലോകം. ഓം തത്സത്. നമഃ പങ്കജനാഭായ, നമഃ പങ്കജമാലിനേ, നമഃ പങ്കജനേത്രായ, നമസ്തേ പങ്കജാംഗ്രേ. ഓം തത്സത്. നമഃ പങ്കജനാഭായ, നമഃ പങ്കജമാലിനേ, നമഃ പങ്കജനേത്രായ, നമസ്തേ പങ്കജാംഗ്രേ. ഓം തത്സത്. ഭഗവാന്റെ അതിമഹത്തായ സ്തുതിയാണിത്. കുന്തിദേവിയുടെ ഭഗവത് സ്തുതിയാണ് നാം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പങ്കജനാഭായ, പങ്കജനാഭിയിൽ താമരപ്പൂവോട് കൂടിയവനും, പൊക്കിൾക്കൊടിയിൽ നിന്നും താമരപ്പൂ ഉള്ളവൻ, പൊക്കിൾക്കൊടിയിൽ താമരപ്പൂ ഉള്ളവനും, പങ്കജമാലിനി, താമരപ്പൂ മാലയോട് കൂടിയവനും, പങ്കജനേത്രയായ, താമരപ്പൂ പോലെ ഇരിക്കുന്ന കണ്ണുകളോട് കൂടിയവനും, പങ്കജാംഗ്രയെ, താമരപ്പൂ പോലെയുള്ള കാലുകളോട് കൂടിയവനും, തുഭ്യം നമ, അങ്ങേക്ക് നമസ്കാരം. ആ ഭഗവാനെ വർണ്ണിക്കുകയാണ്. എപ്രകാരമാണ് ഭഗവാൻ പൂർണ്ണമായും താമര വളരെ മഹത്തായ പൂവാണ്. അതിമനോഹരമായ നിറവും ലോലത്വവും എല്ലാം കൊണ്ടും ഏറ്റവും ഉത്തമമായിട്ടുള്ള പൂവായി കരുതുന്ന ആ താമരപ്പൂവിനോട് ഭഗവാനെ എല്ലാ ഭാഗങ്ങളും സാദൃശ്യപ്പെടുത്തുകയാണ്. താമരയുടെ നിറത്തോടു കൂടിയ താമരപ്പൂവിൻ്റെ നാഭിയായി, താമരപ്പൂ നാഭിയിൽ നിന്നും ഉയർന്നിട്ടുള്ളവനും, താമരപ്പൂ മാലയെ ധരിച്ചിരിക്കുന്നവനും ആയിട്ടുള്ള ആ ഭഗവാനെ ദേവി നമസ്കരിക്കുകയാണ്. അതായത് പങ്കജനാഭായ. പദം പിരിക്കേണ്ടത് അധികം ആലോചിക്കാനില്ല. നമ പങ്കജനാഭായ, നമ പങ്കജമാലിനേ, നമ പങ്കജനേത്രായ, നമസ്തേ പങ്കജാംഗ്രയെ. ഇങ്ങനെയാണ് പദം പിരിക്കേണ്ടത്. അതാണ് പങ്കജാംഗ്രയെ, താമരപ്പൂ പോലെയുള്ള കാലുകളോട് കൂടിയവനും ആയിട്ടുള്ള അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. അതായത് പങ്കജനാഭനായിക്കൊണ്ട് നമസ്കാരം, പങ്കജമാലയെ ധരിച്ചിരിക്കുന്ന അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം, പങ്കജനേത്രനായിക്കൊണ്ട് നമസ്കാരം, താമരപ്പൂ പോലെയുള്ള കാലടികളോട് കൂടിയുള്ള അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം, നമസ്കാരം, നമസ്കാരം എന്ന് ആ ഭഗവാനെ നമസ്കരിക്കുകയാണ്. മുഴുവനും താമരപ്പൂവിനെ കൊണ്ടാണ് ഭഗവാനെ ഈ ശ്ലോകത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. ശ്ലോകത്തിൻ്റെ അർത്ഥം അറിയുവാൻ അത്ര മാത്രമേ ഉള്ളൂ. ആ ഭഗവാനെ സ്വരൂപത്തെ ഉള്ളിൽ കണ്ടുകൊണ്ട്, ഭഗവാന്റെ നാഭിയിൽ നിന്നുമുള്ള താമരപ്പൂവിലാണ് ബ്രഹ്മാവ് ജന്മമെടുത്തത്. അതുകൊണ്ടാണ് പങ്കജ നാഭിയെ. അതല്ലാണ്ട് ഭഗവാന്റെ നാഭിയും പങ്കജങ്ങളെപ്പോലെ, താമരപ്പൂ പോലെ അതിമനോഹരമാണ്. നാഭിയിൽ നിന്നും താമരപ്പൂ ഉയർന്നിരിക്കുകയും ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ ദേവി സ്തുതിക്കുന്നത് പങ്കജനാഭിയോട് കൂടിയവനെ, പങ്കജമാലയോട് കൂടിയവനെ, താമരപ്പൂ പോലത്തെ നേത്രങ്ങളോട് കൂടിയവനെ,
താമരപ്പൂ പോലെയുള്ള കാലുകളോട് കൂടിയവനെ. ഇങ്ങനെ ഓരോ ഇതിനും നമസ്കാരം പറയുകയാണ്. നമ പങ്കജനാഭായ നമ പങ്കജമാലിനി നമ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. ഭഗവാനെ സ്തുതിക്കുവാനുള്ള ഒരു അത്യുത്തമ ശ്ലോകമാണിത്. ഈ 2 ശ്ലോകങ്ങളും അതിമഹത്തായ ശ്ലോകങ്ങളായിട്ടാണ് അറിയപ്പെടുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. നമ പങ്കജനാഭായ നമ പങ്കജമാലിനി നമ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം തത്സത്. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.